Good morning everyone. Welcome to the second part of Module 5 Fluid Mechanics 2. Here we are discussing the surface profile of different flow regions in a gradually varied flow. അപ്പോൾ നമുക്ക് സർഫസ് പ്രൊഫൈൽ എന്താണെന്ന് പഠിക്കാം. അപ്പം ഇതിനുവേണ്ടി നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ചെസിസ് ഇക്വേഷൻ. Q is equal to AC റൂട്ട് MI അല്ലേ. അപ്പോൾ നമുക്കിതിനെ Q by A is equal to C root MI എന്ന് എഴുതാം. അല്ലെങ്കിൽ Q by BH is equal to C root MI എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ചെസിസ് ഇക്വേഷൻ രണ്ട് കണ്ടീഷൻസിൽ അപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഒന്നുകിൽ യൂണിഫോം ഫ്ലോ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഗ്രാജുവലി വേരിയഡ് ഫ്ലോ കണ്ടീഷനിൽ. അപ്പോൾ രണ്ടിലും ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ലെറ്റ്സ് കൺസിഡർ ഇൻ യൂണിഫോം ഫ്ലോ. യൂണിഫോം ഫ്ലോയിൽ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? യൂണിഫോം ഫ്ലോയിൽ ഡെപ്ത് ബികം നോർമൽ ഡെപ്ത്, അതുപോലെ സ്ലോപ്പ് ബികം ചാനൽ ബോട്ടം സ്ലോപ്പ്. അതാണ് യൂണിഫോം ഫ്ലോയിലുള്ള ചെസിസ് ഇക്വേഷൻ്റെ കണ്ടീഷൻസ്. അതായത് യൂണിഫോം ഫ്ലോയിലെ ഡെപ്ത് അറിയപ്പെടുന്നത് നോർമൽ ഡെപ്ത് അല്ലെങ്കിൽ HN എന്നാണ്. അതുപോലെ സ്ലോപ്പ് I ചാനൽ ബോട്ടം സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ യൂണിഫോം ഫ്ലോ കണ്ടീഷനിൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? Q divided by BHN is equal to C into root of M into IB അല്ലേ, where IB is the channel bottom slope. ഇവിടെ നമുക്ക് ഒരു റിലേഷൻ കാണാൻ പറ്റും. whenever the normal depth increases the channel bottom slope is getting decreased അല്ലേ. രണ്ടും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലോയിൽ നോർമൽ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ചാനലിൻ്റെ ബോട്ടം സ്ലോപ്പ് കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ചാനൽ ബിക്കംസ് മൈൽഡ് സ്ലോപ്പ്ഡ് വെൻ ദ നോർമൽ ഡെപ്ത് ഈസ് മോർ. ഇനി നമുക്ക് മറ്റൊരു തരം ഡെപ്തിനെ കുറിച്ച് പഠിക്കാം, ക്രിട്ടിക്കൽ ഡെപ്ത് അല്ലേ. ക്രിട്ടിക്കൽ ഡെപ്ത് ഈസ് ദ ഡെപ്ത് അറ്റ് ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷൻ, അല്ലെങ്കിൽ വെനെവർ ദ ഫ്രൂട്ട് നമ്പർ ഈസ് 1 ദെൻ ദ ഡെപ്ത് ഈസ് സെറ്റ് ടു ബി ക്രിട്ടിക്കൽ ഡെപ്ത്. അപ്പോൾ നമുക്ക് ഒരു ചാനൽ വരച്ചിട്ട് അതിൽ ഈ പറഞ്ഞ രണ്ട് ഡെപ്തും മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ ചാനൽ ബോട്ടം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ രണ്ട് ഡെപ്ത് മാർക്ക് ചെയ്യാം. ഇത് ക്രിട്ടിക്കൽ ഡെപ്തും ഇത് നോർമൽ ഡെപ്തുമാണെന്ന് വിചാരിക്കാം. ഇവിടെ നമുക്ക് നോർമൽ ഡെപ്ത് കൂടുതലാണ്, ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാൾ കൂടുതലാണ് നോർമൽ ഡെപ്ത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് ഫ്ലോ കണ്ടീഷനാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ടൈപ്പ് ഓഫ് ഫ്ലോ കണ്ടീഷൻ എങ്ങനെ വരക്കാം? ഇപ്പോൾ വരച്ച പോലെ തന്നെ ഇത് നമ്മുടെ ചാനൽ ബോട്ടം, ഇവിടെ നമുക്ക് ക്രിട്ടിക്കൽ ഡെപ്ത് കൂടുതൽ, നോർമൽ ഡെപ്ത് കുറവ്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് പോസിബിളാണ്. അതുപോലെ മൂന്നാമതൊരു കണ്ടീഷൻ ഇവിടെ പോസിബിളാണ്. അതായത് ദ ക്രിട്ടിക്കൽ ഡെപ്ത് ഈസ് ഈക്വൽ ടു ദ നോർമൽ ഡെപ്ത്. ഇങ്ങനെ മൂന്ന് കണ്ടീഷൻസ് പോസിബിളാണ്. ഇത് ചാനൽ ബോട്ടം, ഇവിടെ നമുക്ക് ഇത് നോർമൽ ഡെപ്ത്, ഇത് ക്രിട്ടിക്കൽ ഡെപ്ത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നോർമൽ ഡെപ്തും ക്രിട്ടിക്കൽ ഡെപ്തും ഈക്വലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് കണ്ടീഷൻസ് നമുക്കിവിടെ പോസിബിളാണ്. അപ്പം ലെറ്റ്സ് ഡിസ്കസ് ദീസ് 3 കണ്ടീഷൻസ് വൺ ബൈ വൺ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു വെനെവർ ദ നോർമൽ ഡെപ്ത് ഈസ് മോർ ദെൻ ദ സ്ലോപ്പ് വിൽ ബി ലെസ് അല്ലേ. അപ്പോൾ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ അതിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം, ഇവിടുത്തെ സ്ലോപ്പ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇത് മൈൽഡ് സ്ലോപ്പ്ഡ് ചാനലായിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ കണ്ടീഷൻ എടുത്താലോ, ഇവിടെ നമുക്ക് നോർമൽ ഡെപ്ത് കുറവാണ്, അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ലോപ്പ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചാനൽ ബോട്ടം സ്ലോപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കിതിനെ സ്റ്റീപ്പ് സ്ലോപ്പ്ഡ് ചാനൽ എന്ന് വിളിക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ എടുത്താലോ, ഇവിടെ നമുക്ക് നോർമൽ ഡെപ്തും ക്രിട്ടിക്കൽ ഡെപ്തും സെയിം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചാനലിൻ്റെ സ്ലോപ്പ് ശരിക്കും പറഞ്ഞാൽ ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള സ്ലോപ്പായിരിക്കും. അപ്പോൾ ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള സ്ലോപ്പ് നമ്മൾ വിളിക്കുന്നത് ക്രിട്ടിക്കൽ സ്ലോപ്പ് എന്നാണ്.
അതുകൊണ്ട് ചാനൽ ബോട്ടം സ്ലോപ്പിനെ നമുക്ക് ക്രിട്ടിക്കൽ സ്ലോപ്പ്ഡ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ 3 ടൈപ്പ് ചാനൽസ് നമുക്ക് പോസിബിൾ ആണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ 3 ടൈപ്പ് ഫ്ലോ കണ്ടീഷൻസ് പോസിബിളാണ്. ഇനി ഈ 3 ടൈപ്പ് കൂടാതെ നമുക്ക് 2 മറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്ലോ കണ്ടീഷൻസ് കൂടിയുണ്ട്. അത് പ്രാക്ടിക്കലി റയറാണ്, എന്നാലും നമുക്ക് അതിനെക്കുറിച്ച് കൂടെ പഠിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദ ചാനൽ ബോട്ടം സ്ലോപ്പ് ഈസ് 0. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മുടെ ബോട്ടം സ്ലോപ്പ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ചാനൽ ഹൊറിസോണ്ടലായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫ്ലോ തന്നെ പോസിബിൾ അല്ല. കാരണം നമുക്ക് ഒരു സ്ലോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വാട്ടർ മുന്നോട്ട് ഫ്ലോ ചെയ്യൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമുക്ക് നോർമൽ ഡെപ്ത് എങ്ങനെ വരുന്നു നോക്കാം. ഇവിടെ നമുക്ക് ചാനൽ ബോട്ടം സ്ലോപ്പ് 0 ആണ് അല്ലേ, അപ്പോൾ നമുക്ക് IB 0 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ IB 0 വരുമ്പോൾ HN ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു IB ആണ്. അപ്പോൾ HN ഈസ് ഇക്വൽ ടു 1/IB അല്ലേ. അങ്ങനെ വരുമ്പോൾ 1/0 വരും, അപ്പോൾ ഇൻഫിനിറ്റ് വരും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നോർമൽ ഡെപ്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഒരു എക്സ്ട്രീം കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ നോർമൽ ഡെപ്ത് ശരിക്കും മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ക്രിട്ടിക്കൽ ഡെപ്ത് പോസിബിളാണ്. ക്രിട്ടിക്കൽ ഡെപ്ത് ഈസ് ദ ഡെപ്ത് അറ്റ് ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷൻ, അത് പോസിബിളാണ്. അപ്പോൾ അതിനെ നമുക്ക് മാർക്ക് ചെയ്യാം അല്ലേ. ഇതിപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ ഡെപ്ത് എവിടെയെങ്കിലും ഒരു ഡെപ്ത് നമുക്ക് ക്രിട്ടിക്കൽ ഡെപ്തായിട്ട് കൊടുക്കാം. പക്ഷേ അപ്പോഴും അതിന് നോർമൽ ഡെപ്ത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. നോർമൽ ഡെപ്ത് ഒരു ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ മാത്രമേ പറ്റൂ. അപ്പോൾ ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലെങ്കിലും തിയറിറ്റിക്കലി നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനും, പിന്നെ അടുത്തതായിട്ട് നമുക്കൊരു അഡ്വേഴ്സ് സ്ലോപ്പ് എന്ന് പറയുന്ന മറ്റൊരു കണ്ടീഷനും കൂടെ പഠിക്കാം. അഡ്വേഴ്സ് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ സ്ലോപ്പ് ഗെറ്റ്സ് ഇൻവേർട്ടഡ്. അപ്പോൾ ഇവിടെ ആയാലും നമുക്ക് സംഭവിക്കുന്നത് എന്ത് തന്നെയാണ്. ഇവിടെ ഇക്വേഷനിലേക്ക് നോക്കാം. നമുക്ക് ഇവിടെ സ്ലോപ്പ് ശരിക്കും പറഞ്ഞാൽ സൈൻ ചേഞ്ചായി വന്നു അല്ലേ. ഇതുവരെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ താഴേക്കാണ് പോയത്, ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ സ്ലോപ്പ് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സൈന് നെഗറ്റീവായി വന്നു അല്ലേ. മുമ്പ് നമ്മൾ പോസിറ്റീവ് ആയിട്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നെഗറ്റീവ് ഇടണം. അപ്പോൾ ശരിക്കും റൂട്ടിനകത്ത് നെഗറ്റീവ് വരും. അപ്പോൾ ഇത് ശരിക്കും ഒരു അൺഡിഫൈൻഡ് നോർമൽ ഡെപ്ത് ആയിരിക്കും തരുന്നത്. അപ്പോൾ നമുക്കിവിടെ നോർമൽ ഡെപ്ത് എന്തായാലും വരക്കാൻ പറ്റില്ല, അൺഡിഫൈൻഡ് ആയിരിക്കും. എന്നാലും നമുക്ക് ഇതിൻ്റെ ക്രിട്ടിക്കൽ ഡെപ്ത് വരക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം, HC. അപ്പോൾ ശരിക്കും ഈ 2 കേസും പ്രാക്ടിക്കലി പോസിബിൾ അല്ല, പക്ഷേ തിയറിറ്റിക്കലി നമുക്കിതിൽ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ 2 കേസിൽ നമുക്ക് നോർമൽ ഡെപ്ത് പോസിബിൾ അല്ല, പക്ഷേ ക്രിട്ടിക്കൽ ഡെപ്ത് പോസിബിൾ ആണ്. ഇനി നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ടൈപ്പ് ഓഫ് ഫ്ലോയിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ കണ്ടു മൈൽഡ് സ്ലോപ്പ്ഡ്, സ്റ്റീപ്പ് സ്ലോപ്പ്ഡ്, അതുപോലെ ക്രിട്ടിക്കൽ സ്ലോപ്പ്ഡ് ഫ്ലോസ്. അപ്പോൾ ഇതിൽ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഡിഫറെൻറ്റ് ഫ്ലോ റീജിയൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഫ്ലോ റീജിയൻസ് കാണാൻ വേണ്ടി പറ്റും അല്ലേ. 1, 2, 3. അതായത് നോർമൽ ഡെപ്തിന് മുകളിൽ ഒരു റീജിയൻ ഉണ്ട്, അതുപോലെ ക്രിട്ടിക്കൽ ഡെപ്തിനും നോർമൽ ഡെപ്തിനും ഇടയിൽ ഒരു റീജിയൻ ഉണ്ട്, അതുപോലെ ക്രിട്ടിക്കൽ ഡെപ്തിന് താഴെ ഒരു റീജിയൻ ഉണ്ട്. ഇവിടെയും അതുപോലെ 3 റീജിയൻസ് കാണാൻ പറ്റും. റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഡെപ്തിന് മുകളിലുള്ള റീജിയൻ ഇവിടെ കാണാനുണ്ട് അല്ലേ. അപ്പോൾ റീജിയൻ 1 ഇവിടെ കാണാനുണ്ട്, പക്ഷേ നോർമൽ ഡെപ്തിനും ക്രിട്ടിക്കൽ ഡെപ്തിനും ഇടയിലുള്ള റീജിയൻ ഇവിടെ കാണാനില്ല, അല്ലെങ്കിൽ ആ റീജിയൻ 0 ആണ്. അപ്പോൾ നമുക്ക് റീജിയൻ 2 ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്രിട്ടിക്കൽ ഡെപ്തിന് താഴെയുള്ള റീജിയൻ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പം റീജിയൻ 3 ഇവിടെ ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇവിടെ റീജിയൻ 2 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മെർജായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റീജിയൻ 1 എന്ന് പറയുന്നത് നോർമൽ ഡെപ്തിന് ബയോണ്ട് വരുന്ന റീജിയനാണ്. അപ്പോൾ നോർമൽ ഡെപ്ത് തന്നെ ഇൻഫിനിറ്റിലാണ്. അപ്പോൾ നോർമൽ ഡെപ്തിന് ബയോണ്ടായിട്ട് ഒരു റീജിയൻ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ റീജിയൻ 1 ശരിക്കും പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യില്ല. പക്ഷേ റീജിയൻ 2 എന്ന് പറഞ്ഞാൽ നോർമൽ ഡെപ്തിനും ക്രിട്ടിക്കൽ ഡെപ്തിനും ഇടയിലുള്ള റീജിയൻ, അതിവിടെ പോസിബിളാണ്. അപ്പോൾ അത് നമുക്ക് 2 എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ക്രിട്ടിക്കൽ ഡെപ്തിന് താഴെ വരുന്ന റീജിയനെ റീജിയൻ 3 എന്നും പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ റീജിയൻ 1 ഉണ്ടാവില്ല, പക്ഷേ 2ഉം 3ഉം ഉണ്ടാവും. ഇതിൻ്റെ കേസിലും ഇതേ അവസ്ഥ തന്നെയാണ് വരിക. അവിടെ നമുക്ക് നോർമൽ ഡെപ്തിന് ബയോണ്ട് നമുക്കൊരു ഡെപ്ത് പോസിബിൾ അല്ല, അതുകൊണ്ട് റീജിയൻ 1 പോസിബിൾ അല്ല. പക്ഷേ നോർമൽ ഡെപ്തിനും ക്രിട്ടിക്കൽ ഡെപ്തിനും ഇടയിൽ ഉള്ള റീജിയൻ 2 ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഡെപ്തിന് താഴെ വരുന്ന റീജിയൻ 3ഉം നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഫ്ലോ റീജിയൻസ് മാർക്ക് ചെയ്യാം ഈ പറഞ്ഞ എല്ലാ ഫ്ലോ കണ്ടീഷൻസിലും. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഒരു
പർട്ടിക്കുലർ ഡെപ്ത് എച്ച് കൺസിഡർ ചെയ്യാം അല്ലേ. കൺസിഡർ എ പർട്ടിക്കുലർ ഡെപ്ത് എച്ച്. ഇത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എച്ചിന് ശരിക്കും പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ കണ്ടീഷൻ എടുത്തു. അപ്പോൾ ഈ മൈൽഡ് സ്ലോപ്ഡ് കണ്ടീഷനിൽ നമുക്ക് ഈ എച്ച് നമുക്ക് ഏത് റീജിയനിലും വരാം. ഒന്നുകിൽ റീജിയൻ 1 വരാം, അല്ലെങ്കിൽ 2 വരാം, അല്ലെങ്കിൽ 3 വരാം. അപ്പോൾ ഞാനിതിൽ എച്ചിന് 3 പോസിബിലിറ്റീസ് എഴുതാൻ പോവാണ്. എച്ച് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ എച്ച് സി, എച്ച് ക്യാൻ ബി ലെസ് ദാൻ എച്ച് സി, എച്ച് ക്യാൻ ബി ഈക്വൽ ടു എച്ച് സി അല്ലേ. 3 കണ്ടീഷൻസ് എഴുതാം. അതായത് ഒന്നുകിൽ എച്ചിന് ഈ എച്ച് സിനേക്കാളും മുകളിൽ എവിടെയെങ്കിലും വരക്കാം, അല്ലെങ്കിൽ ഈ എച്ച് സിനേക്കാളും താഴെയുള്ള ഏതെങ്കിലും ഒരു റീജിയനിൽ വരക്കാം, അല്ലെങ്കിൽ ഈ എച്ച് സിയിൽ തന്നെ ഈ എച്ച് കൊണ്ടുപോയി വരക്കാം. അപ്പോൾ അങ്ങനെ വരക്കുമ്പോൾ ഓരോ സിറ്റുവേഷനിലും ഉണ്ടാകുന്ന ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ എച്ച് ഗ്രേറ്റർ ദാൻ എച്ച് സി ആണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ മുമ്പേ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ മുകളിൽ വരുന്ന ഡെപ്ത് അതെന്തായിരിക്കും, സബ് ക്രിട്ടിക്കൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് സബ് ക്രിട്ടിക്കൽ റീജിയനിലായിരിക്കും അല്ലേ. സബ് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫ്രൂട്ട് നമ്പർ ലെസ് ദാൻ 1. ഇനി എച്ച് ലെസ് ദാൻ എച്ച് സി, അതായത് ക്രിട്ടിക്കൽ ഡെപ്തിന് താഴെ വരുന്ന ഡെപ്ത്, അപ്പോൾ അതെന്തായിരിക്കും, സൂപ്പർ ക്രിട്ടിക്കൽ ആയിരിക്കും. അത് നമ്മൾ 4th മൊഡ്യൂളിൽ പഠിച്ചതാണ്. സൂപ്പർ ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട് നമ്പർ വിൽ ബി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി എച്ച് ഇസ് ഈക്വൽ ടു എച്ച് സി ആണെങ്കിലോ ഇവിടെ അത് ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ ക്രിട്ടിക്കൽ കണ്ടീഷൻ കൊടുക്കാം. അവിടുത്തെ ഫ്രൂട്ട് നമ്പർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെ ഈ ഡെപ്തിനെ നമുക്ക് നോർമൽ ഡെപ്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ. നമ്മളിപ്പം ക്രിട്ടിക്കൽ ഡെപ്തുമായിട്ടാണ് ഈ പർട്ടിക്കുലർ ഡെപ്തിനെ കമ്പയർ ചെയ്തത്. അതുപോലെ നോർമൽ ഡെപ്തുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ എങ്ങനെ കിട്ടും, എച്ച് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ എച്ച് എൻ, എച്ച് ക്യാൻ ബി ലെസ് ദാൻ എച്ച് എൻ, അതുപോലെ എച്ച് ക്യാൻ ബി ഈക്വൽ ടു എച്ച് എൻ. 3 കണ്ടീഷൻസ് പോസിബിളാണ്. അപ്പോൾ എച്ച് ഗ്രേറ്റർ ദാൻ എച്ച് എൻ ആണെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ, നമ്മൾ ഈ മൊഡ്യൂളിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചു അല്ലേ. വെൻ ദ ഫ്ലോ ഡെപ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദ നോർമൽ ഡെപ്ത് ഇൻ ദ ഗ്രാജുവലി വേരിയഡ് ഫ്ലോ, ദ ഫ്ലോ കണ്ടീഷൻ ഈസ് നോൺ ആസ് ബാക്ക് വാട്ടർ കർവ് അല്ലേ. അപ്പോൾ ഇതൊരു ബാക്ക് വാട്ടർ കർവ് ആയിരിക്കും അല്ലേ. ബാക്ക് വാട്ടർ കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എച്ച് ബൈ ഡി എക്സ് എങ്ങനെയായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അല്ലെങ്കിൽ ഐ ബീസ് ഗ്രേറ്റർ ദാൻ ഐ ഇ. ആ ഒരു കണ്ടീഷനായിരിക്കും ഈ എച്ച് ഗ്രേറ്റർ ദാൻ എച്ച് എൻ വരുമ്പോഴുള്ള സിറ്റുവേഷൻ. ഇനി നമുക്ക് എച്ച് ലെസ് ദാൻ എച്ച് എൻ ആണെങ്കിലോ, അതായത് ഡെപ്ത് ഈ നോർമൽ ഡെപ്തിനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ഡ്രോ ഡൗൺ കർവ് ആയിരിക്കും അല്ലേ. ഡ്രോ ഡൗൺ കർവ് ഇതെല്ലാം നമ്മൾ ഈ മോഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചതാണ്. അപ്പോൾ ഡ്രോ ഡൗൺ കർവ് എന്ന് പറയുമ്പോൾ ഐ ഇ വിൽ ബി ഗ്രേറ്റർ ദാൻ ഐ ബി ആയിരിക്കും. അതായത് ഡി എച്ച് ബൈ ഡി എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും. ഇത് നമുക്ക് ഡൈനാമിക് ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി നമുക്ക് എച്ച് ഈസ് ഈക്വൽ ടു എച്ച് എൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ഏത് ടൈപ്പ് ഫ്ലോയിലാണ് ഈ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് എൻ ആവുന്നത്, അല്ലെങ്കിൽ ഡെപ്ത് നോർമൽ ഡെപ്ത് ആവുന്നത് എപ്പോഴാണ്, ഇൻ യൂണിഫോം ഫ്ലോ കണ്ടീഷൻ അല്ലേ. അപ്പം കണ്ടീഷൻ വിൽ ബി യൂണിഫോം ഫ്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയായിരിക്കും, യൂണിഫോം ഫ്ലോ ആകുമ്പോൾ നമുക്ക് കണ്ടീഷൻസ് അറിയാം. ഡി എച്ച് ബൈ ഡി എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. അതുപോലെ ഐ ബി ഈക്വൽ ടു ഐ ഇ ആയിരിക്കും. അപ്പം ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡെപ്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഈ രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു റീജിയനിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ഡിഫറൻറ്റ് ഫ്ലോ റീജിയൻസിനെ ഈ പറഞ്ഞ രീതിയിലൊരു ടേബിളായിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മൈൽഡ് സ്ലോപ്പിൽ നമുക്ക് നോർമൽ ഡെപ്ത് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ മുകളിലാണ് വരുന്നത്. അപ്പോൾ നോർമൽ ഡെപ്തിലെ ഫ്ലോ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. അതുപോലെ സ്റ്റീപ്പ് സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ നോർമൽ ഡെപ്ത് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ താഴെയാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ നോർമൽ ഡെപ്തിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. അതുപോലെ ക്രിട്ടിക്കൽ ഡെപ്ത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്രിട്ടിക്കൽ സ്ലോപ്പിൽ അവിടുത്തെ നോർമൽ ഡെപ്തും ക്രിട്ടിക്കൽ ഡെപ്തും സെയിം തന്നെയാണ്. അപ്പോൾ നോർമൽ ഡെപ്തിൽ വരുന്ന ഫ്ലോ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ബെഡും അഡ്വേഴ്സ് സ്ലോപ്പും എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് യൂണിഫോം ഫ്ലോ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിനെ ടാബുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ലോപ്പിനെയും നമുക്ക് 3 റീജിയൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്കൊരു ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടേബിളിൽ മൈൽഡ് സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 റീജിയൻസ് 1, 2, 3. അപ്പോൾ അതിൽ 1ൽ നമ്മുടെ പർട്ടിക്കുലർ ഡെപ്ത് കൺസിഡർ ചെയ്തത് നമ്മുടെ നോർമൽ ഡെപ്തിലും ക്രിട്ടിക്കൽ ഡെപ്തിനും മുകളിലായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൊഫൈലിനെ M1 പ്രൊഫൈൽ എന്ന് അറിയപ്പെടും, അല്ലെങ്കിൽ ആ റീജിയൻ M1 റീജിയൻ എന്ന് അറിയപ്പെടുന്നു. ഇനി നമുക്ക് M2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ കൺസിഡർ ചെയ്ത പർട്ടിക്കുലർ ഡെപ്ത് നോർമൽ ഡെപ്തിന് താഴെയും ക്രിട്ടിക്കൽ ഡെപ്തിന് മുകളിലും ആയിരിക്കും. അതുപോലെ M3 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഏറ്റവും താഴെയുള്ള 3ാമത്തെ റീജിയനിലാണ് നമ്മുടെ ഡെപ്ത് കൺസിഡർ ചെയ്യുന്നത്. അത്
നോർമൽ ഡെപ്തിനും ക്രിട്ടിക്കൽ ഡെപ്തിനും താഴെ ആയിരിക്കും. അതുകൊണ്ടത് M3 എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് സ്റ്റീപ്പ് സ്ലോപ്പിനെയും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ ക്രിട്ടിക്കൽ സ്ലോപ്പിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, C1 ആൻഡ് C3. അതുപോലെ ഹൊറിസോണ്ടൽ ബെഡിൽ H2 H3 2 റീജിയൻസ്, പിന്നെ അഡ്വേഴ്സ് സ്ലോപ്പിൽ A2 A3 2 റീജിയൻസ്. ഈ രീതിയിൽ നമുക്ക് ഡിഫറൻറ്റ് ഫ്ലോ റീജിയൻസിനെ ടേബിളിൽ ക്ലാസിഫൈ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് വീണ്ടും ഫിഗറിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഡിഫറൻറ്റ് ഫ്ലോ റീജിയൻസ് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ നോർമൽ ഡെപ്ത് വരുന്ന ലൈനിനെ നമുക്ക് നോർമൽ ഡെപ്ത് ലൈൻ എന്ന് വിളിക്കാം. അതുപോലെ ക്രിട്ടിക്കൽ ഡെപ്ത് വരുന്ന ലൈനിനെ ക്രിട്ടിക്കൽ ഡെപ്ത് ലൈൻ എന്ന് വിളിക്കാം. അപ്പോൾ എല്ലാ ഫിഗറിലും നമുക്ക് ഈ NDLും CDLും മാർക്ക് ചെയ്യാം. ഇവിടെ CDL എന്ന് പറയുന്നത് മുകളിലായിരിക്കും, NDL താഴെ ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് സ്റ്റീപ്പ് സ്ലോപ്പ്. ഇവിടെ നമുക്ക് NDLും CDLും ഈക്വൽ ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് ക്രിട്ടിക്കൽ സ്ലോപ്പ് അല്ലേ. അതുപോലെ നമുക്ക് ഹൊറിസോണ്ടൽ സ്ലോപ്പിലും അഡ്വേഴ്സ് സ്ലോപ്പിലും നമുക്ക് CDL മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പർട്ടിക്കുലർ കേസ് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ HNലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. അതുപോലെ HCയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതുപോലെ ഇൻഫിനിറ്റിയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു. ഈ 3 കണ്ടീഷൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യാം. വെൻ H ടെൻസ് ടു HN വാട്ട് ഹാപ്പൻസ്. നമുക്കറിയാം നമ്മുടെ ഡൈനാമിക് ഇക്വേഷൻ dH/dx ഈസ് ഈക്വൽ ടു IB മൈനസ് IE ഡിവൈഡഡ് ബൈ 1 മൈനസ് V²/GH. അപ്പോൾ അത് ഇവിടെ അങ്ങനെ തന്നെ എഴുതാം. dH/dx ഈസ് ഈക്വൽ ടു IB മൈനസ് IE ഡിവൈഡ് ബൈ, ഇവിടെ നമുക്ക് V²/GH എന്ന് പറയുന്നത് FR² ആയിരിക്കും. നമുക്കറിയാം ഫ്രൂട്ട് നമ്പർ FR ഈസ് ഈക്വൽ ടു V/√GH ആണ്. അപ്പോൾ നമുക്കിതിന് 1 മൈനസ് FR² എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് dH/dx ഈസ് ഈക്വൽ ടു IB മൈനസ് IE ഡിവൈഡ് ബൈ 1 മൈനസ് FR². ഇവിടെ നമുക്ക് വെൻ H ടെൻസ് ടു HN വാട്ട് ഹാപ്പൻസ്, ദ ഫ്ലോ ബിക്കംസ് യൂണിഫോം അല്ലേ. അതായത് നമുക്കത് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചാനൽ ബോട്ടം സ്ലോപ്പ്. ഇവിടെ നമുക്ക് നോർമൽ ഡെപ്ത് ലൈന് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളൊരു H കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ H എന്ന് പറയുന്നത് ഈ NDLലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ അടുക്കും തോറും നമ്മുടെ ഫ്ലോ ബിക്കംസ് യൂണിഫോം. അതുകൊണ്ട് വെൻ H ടെൻസ് ടു HN വെലോസിറ്റി ടെൻസ് ടു ബി നോർമൽ വെലോസിറ്റി അല്ലേ. അതുപോലെ നമ്മുടെ ഫ്ലോ ടെൻ ടു ബി യൂണിഫോം ഫ്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, IB ടെൻ ടു ബി IE അല്ലേ. അതുകൊണ്ട് തന്നെ dH/dx ടെൻ ടു ബി 0 എന്ന് പറയാൻ പറ്റും. ഈ കണ്ടീഷൻസ് നമ്മൾ യൂണിഫോം ഫ്ലോ അനലൈസ് ചെയ്തപ്പം പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് dH/dx പ്രാക്ടിക്കലി എന്താണെന്ന് നമ്മൾ ആദ്യം തന്നെ പഠിക്കണം. dH/dx എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ ബോട്ടം കൺസിഡർ ചെയ്തു. ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ വാട്ടർ സർഫസ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് H എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇവിടെ DH എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്മോൾ പാർട്ടായിരിക്കും. അതുപോലെ X എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ DX എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ DHും DXും കിട്ടി. അപ്പോൾ dH/dx എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടാൻ ഓഫ് ദ ആംഗിൾ ഓഫ് വാട്ടർ സർഫസ് ആണ് അല്ലേ. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് എഴുതാം. dH/dx ഇസ് ദ ടാൻ ഓഫ് ആംഗിൾ ഓഫ് സർഫസ് അല്ലേ, ആംഗിൾ ഓഫ് ഫ്ലൂയിഡ് സർഫസ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ dH/dx 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ഇവിടുത്തെ ആംഗിൾ 0 ആയിരിക്കും അല്ലേ. ടാൻ 0 ആണ് 0. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ വാട്ടർ സർഫസ് ഈ പറഞ്ഞ ചാനൽ ബോട്ടമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് വെനവർ H ടെൻസ് ടു HN ദ ഫ്ലോ സർഫസ് വിൽ മേക്ക് എൻ ആംഗിൾ 0 വിത്ത് ദ ചാനൽ ബോട്ടം, അങ്ങനെ പറയാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് വെനവർ H ടെൻസ് ടു HC വാട്ട് ഹാപ്പൻസ്, നമുക്കറിയാം HCയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുമ്പം ഈ ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്ത് ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫ്ലോ ബിക്കംസ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയാം. അപ്പോൾ ക്രിട്ടിക്കൽ ഫ്ലോ ആയിക്കൊണ്ടേയിരിക്കുമ്പം അവിടുത്തെ ഫ്രൂട്ട് നമ്പർ ടെൻ ടു ബി 1 അല്ലേ. അപ്പോൾ ഫ്രൂട്ട് നമ്പർ 1ലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുമ്പം ഇവിടെ 1 മൈനസ് FR² 0യിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് പറയാൻ പറ്റും, dH/dx ടെൻ ടു ബി IB മൈനസ് IE ഡിവൈഡഡ് ബൈ
1 മൈനസ് 1 എന്ന് പറയാൻ പറ്റും അല്ലേ. 1 മൈനസ് 1 എന്ന് പറയുന്നത് 0. അപ്പോൾ ടെൻ ടു ബി ഇൻഫിനിറ്റി എന്ന് പറയാം അല്ലേ. അപ്പോൾ ഐ ബി മൈനസ് ഐ ഡിവൈഡഡ് ബൈ 0. അപ്പോൾ ടെൻ ടു ബി ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ ഡി എച്ച് ബൈ ഡി എക്സ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു? ഡി എച്ച് ബൈ ഡി എക്സ് ഇസ് ദ ടാൻ ഓഫ് ദ ആംഗിൾ ഓഫ് ദ വാട്ടർ സർഫസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡി എച്ച് ബൈ ഡി എക്സ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഈ ആംഗിൾ 90 ഡിഗ്രി ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ടാൻ 90 ഇൻഫിനിറ്റി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വെനവർ ദ ഡെപ്ത് ടെൻ ടു ക്രിട്ടിക്കൽ ഡെപ്ത് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വാട്ടർ സർഫസ് ആൻഡ് ദ ക്രിട്ടിക്കൽ ഡെപ്ത് ലൈൻ വിൽ ബി 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഡയഗ്രമാറ്റിക്കൽ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ക്രിട്ടിക്കൽ ഡെപ്ത് ലൈൻ എങ്കിൽ വാട്ടർ സർഫസ് ഇതിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടു ഈ വാട്ടർ സർഫസ് എൻ ഡി എല്ലിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുമ്പം ഉണ്ടാക്കുന്ന ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും അല്ലേ. അതാണ് നമ്മളിവിടെ ആംഗിൾ 0 എന്ന് ഓർത്തത്. ഡി എച്ച് ബൈ ഡി എക്സ് 0 ആണെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച വാട്ടർ സർഫസ് എൻ ഡി എല്ലുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ വാട്ടർ സർഫസ് ഇങ്ങനെ ആയിരിക്കും എൻ ഡി എല്ലിൽ മീറ്റ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെയും വരാം. അതായത് വാട്ടർ സർഫസും ഈ പറഞ്ഞ നോർമൽ ഡെപ്ത് ലൈനും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 0 ആയിരിക്കും. പിന്നെ നമുക്ക് ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനിൽ നമ്മൾ പറഞ്ഞു ഇവിടെ നമുക്ക് വാട്ടർ സർഫസും ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? വാട്ടർ സർഫസ് ഇങ്ങനെ ആയിരിക്കും സി ഡി എല്ലിനെ മീറ്റ് ചെയ്യുന്നത് അല്ലേ. ഇവിടുത്തെ ആംഗിൾ നമ്മൾ ടാൻജൻറ്റ് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും കിട്ടുക. അതിങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാം. എങ്ങനെയായാലും ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. എന്തുകൊണ്ടാണ്? നമ്മൾ ഡി എച്ച് ബൈ ഡി എക്സ് ടെൻ ടു ബി ഇൻഫിനിറ്റി. അതുപോലെ നമുക്ക് വെൻ എച്ച് ടെൻസ് ടു ഇൻഫിനിറ്റി വാട്ട് ഹാപ്പൻസ്? ഡി എച്ച് ബൈ ഡി എക്സ് എന്ത് സംഭവിക്കുന്നു നോക്കാം. അപ്പോൾ എച്ച് ഇൻഫിനിറ്റിയിലാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഇൻഫിനിറ്റ് ആവുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടുത്തെ ഐ ഇ ടെൻ ടു ബി 0, അതുപോലെ വെലോസിറ്റി ടെൻ ടു ബി 0. വെലോസിറ്റി 0 ആയതുകൊണ്ട് ഫ്രൂട്ട് നമ്പർ ടെൻ ടു ബി 0 എന്നെല്ലാം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്രൂട്ട് നമ്പറും 0 ആയി പോകും, ഐ ഇയും 0 ആയി പോകും. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി ഡി എച്ച് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഐ ബി എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഡി എച്ച് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഓഫ് ദ ആംഗിൾ ഓഫ് ദ വാട്ടർ സർഫസ് ആണ്. അപ്പം ആംഗിൾ ഓഫ് വാട്ടർ സർഫസിൻ്റെ ടാന് ബിക്കംസ് ഐ ബി ആവുന്നു. അപ്പോൾ ഐ ബി എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ബോട്ടം സ്ലോപ്പാണ്. അപ്പോൾ നമുക്കിതിനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബോട്ടം സ്ലോപ്പിൻ്റെ ആംഗിൾ ഐ ബി. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ വാട്ടർ സർഫസ്. അപ്പോൾ ഇത് വെനവർ ഇറ്റ്സ് ഡെപ്ത് ടെൻ ടു ബി ഇൻഫിനിറ്റി, ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിവിടെ ഇതിൻ്റെ സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾ ഐ ബി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സർഫസ് എങ്ങനെ വരും? പോയി ഐ ബിയിലേക്ക് മീറ്റ് ചെയ്യും അല്ലേ. നമുക്ക് ഇവിടുത്തെ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? ഇതാണ് നമ്മുടെ ചാനൽ ബോട്ടമായിട്ട് വാട്ടർ സർഫസ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഐ ബി ആയിരിക്കും. ഇവിടുത്തെ ഈ ഐ ബി തന്നെ ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? വെനവർ ദ ഡെപ്ത് ടെൻ ടു ഇൻഫിനിറ്റി ദെൻ ദ വാട്ടർ സർഫസ് വിൽ മേക്ക് ആൻ ആംഗിൾ ഐ ബി വിത്ത് ദ ചാനൽ ബോട്ടം. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? ദ വാട്ടർ സർഫസ് ബിക്കംസ് ഹൊറിസോണ്ടൽ എന്ന് പറയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഈ വാട്ടർ സർഫസ് ഹൊറിസോണ്ടൽ ആയിരിക്കും. അപ്പോൾ ഈ 3 കണ്ടീഷൻസും പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഡിഫറൻറ്റ് സർഫസ് പ്രൊഫൈൽസ് വരയ്ക്കാൻ വേണ്ടി പറ്റുക. ഇനി നമുക്ക് സർഫസ് പ്രൊഫൈൽസിലേക്ക് കടക്കാം.